കൃത്യമായി പറഞ്ഞാൽ 2014 ജൂൺ 24 രാവിലെ ഒരു 6:30 സമയമായിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിലെ എമർജൻസി നമ്പറിലോട്ട് ഒരു കോൾ വരികയാണ്. വെസ്റ്റ് ഓസ്ട്രേലിയയിലെ ചെറിയൊരു പട്ടണമായ ജെറാൾഡണിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ളൊരു കോൾ വന്നത്. 33 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു ഫോണിൽ സംസാരിക്കുന്നുണ്ടായത്. അപ്പോൾ ഉദ്യോഗസ്ഥരെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ഭർത്താവ് ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ട്, ആൾ ശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്, ആരാണ് വന്നത്, എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അവർ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സ്ത്രീ. അങ്ങനെ പോലീസുകാർ നേരെ തന്നെ ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തുകയായിരുന്നു. പോലീസുകാരെത്തി ആ ഒരു വീട്ടിലോട്ട് കയറി നോക്കുമ്പോൾ ഹാളിൽ ആ ഒരു സ്ത്രീ കിടക്കായിരുന്നു, ഒരു ഫീറ്റസൊക്കെ കിടക്കുന്നത് പോലെ, അതായത് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു, ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് പോലെ. അതിനുശേഷം പോലീസുകാർ പിന്നീട് ബെഡ്റൂമിൽ പോയി നോക്കുമ്പോഴാണ് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. അതായത് അവിടെ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചു കിടക്കുകയാണ്. തലയിലും അതുപോലെ തന്നെ കഴുത്തിലും എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ശക്തിയായി അടിച്ചതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇത്തരത്തിൽ തല പൊട്ടി ചോരയും കാര്യങ്ങളൊക്കെ തെറിച്ചതും. അതേപോലെ തന്നെ ഈ സ്ത്രീയുടെ മേത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിലും നിറയെ രക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുടെ പേര് ദിനേന്ദ്ര എന്നായിരുന്നു. ആളുടെ വൈഫ് ചമാരി ആയിരുന്നു പോലീസിനെ വിവരം അറിയിച്ചത്. ഇവർ ശ്രീലങ്കൻ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓസ്ട്രേലിയയിലോട്ട് വന്നത്. ഡോക്ടേഴ്സ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും. അപ്പോൾ ഈ ഒരു കൊലപാതകമൊക്കെ നടന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി 2 ദിവസത്തിനുള്ളിൽ തന്നെ ചമാരിയാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തതെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഒരു കേസിൽ വേറെയും ഒരുപാടധികം ട്വിസ്റ്റുകളുണ്ട്. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് കൊളംബോയിൽ വെച്ചിട്ട്, അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നത്. കൊളംബോ നോർത്ത് ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലായിരുന്നു ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ഇവർ പരിചയപ്പെടുന്നതും പിന്നീട് ഒരു പ്രണയത്തിലാകുന്നതും. ഈ ഒരു ദിനേന്ദ്രയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ വളരെ പൊളൈറ്റായിട്ട്, വളരെ സ്നേഹത്തോടു കൂടി, വളരെ കെയറിങ്ങോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു എന്താ പറയുക ഈ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സംസാരത്തിലും ആ ഒരു പെരുമാറ്റത്തിലും ഈ പെൺകുട്ടി വളരെയധികം ഇംപ്രസ്ഡ് ആയി പോവുകയാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നത്. അത്ര സ്നേഹത്തിലായിരുന്നു ചമാരിയും ദിനേന്ദ്രയും. എന്നാൽ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് നടന്നത്, അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ കൊലപ്പെടുത്താനായിട്ട് സാധിച്ചത്, എന്തൊക്കെയായിരുന്നു അവരുടെ ലൈഫിൽ നടന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദിസ് സൈഡ്. പോലീസ് ദിനേന്ദ്രയുടെ ബോഡി നോക്കിയപ്പോൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്തത് ആളുടെ തലയിലും കഴുത്തിലും വളരെ എന്താ പറയുക ആഴത്തിലുള്ള പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ തിരഞ്ഞപ്പോൾ മേർഡർ വെപ്പൺ ആയിട്ടുള്ള ഒരു ചുറ്റികയും അവർക്ക് ലഭിക്കുകയാണ്. ആ ഒരു ചുറ്റികയിൽ ഇങ്ങനെ രക്തം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഫുള്ള് ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചമാരിയുടെ ദേഹത്തും ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കൂടുതലായിട്ട് നോക്കിയപ്പോൾ ആ ഒരു വീട്ടിൽ ഫോഴ്സ്ഡ് എൻട്രി ഒന്നും നടന്നിട്ടില്ല. അതായത് ആരും പുറത്തുനിന്ന് അതിക്രമിച്ച് അകത്തോട്ട് കയറിയിട്ടില്ല. പിന്നെ സാധനങ്ങളൊന്നും തന്നെ മിസ്പ്ലേസ്ഡ് ആയിട്ടില്ല. പിന്നെ ആകെപ്പാടെ 2 പാടുകൾ മാത്രമേ ആളുടെ ദേഹത്തുണ്ടായിരുന്നുള്ളൂ. ഒന്ന് തലയിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒന്ന് കഴുത്തിലും. അതായത് ഇയാൾ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് ചമാരി തന്നെ ചെയ്തതാണിതെന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ എത്തുകയാണ്. ചമാരിക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചമാരി എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചമാരിയോട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ 23-ാം തീയതി വൈകുന്നേരം ഞാൻ ഇതേപോലെ തന്നെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ ഹസ്ബൻഡ് വന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. ആ ഒരു സമയത്ത് ഞാനും കൂടെ പോയി ബെഡിൽ കിടന്നു. പിന്നെ എനിക്ക് ഓർമ്മയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ ചുറ്റികയും പിടിച്ച് നിൽക്കുന്നതാണ്. എൻ്റെ ദേഹത്ത് മുഴുവൻ ബ്ലഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുടെ ദേഹത്തും ഇതേപോലെ തന്നെ ഫുള്ള് ബ്ലഡ് ഉണ്ടായിരുന്നു. അയാൾ ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ അപ്പോഴത്തേനും മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു തരത്തിലായിരുന്നു ഇവർ പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. അപ്പോൾ ചമാരിയുടെ റെസ്പോൺസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ ഗവൺമെൻറ് സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ സൈക്യാട്രിസ്റ്റ് വന്നു ഇവരെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ ഇവർ പുറത്ത് പറയുന്നത്. അപ്പോഴാണ് ഈ ഒരു കേസിൻ്റെ പിന്നിൽ ഇത്രയധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്. 2009 ഈ ഒരു ദിനേന്ദ്രയും ചമാരിയും മീറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊരു ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ വെച്ച് അവർ പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്യുകയായിരുന്നു. ഈ ദിനേന്ദ്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര പൊളൈറ്റായിട്ടും കാമായിട്ടും അതേപോലെ തന്നെ എന്താ പറയുക വളരെ കെയറിങ് ആയിട്ടും ബിഹേവ് ചെയ്തിരുന്നത് ജസ്റ്റ് ചമാരിയുടെ അടുത്ത് മാത്രമായിരുന്നില്ല, ഒരുപാടധികം സ്ത്രീകളുടെ അടുത്തായിരുന്നു. ആൾക്ക് ഒരുപാടധികം ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടധികം സ്ത്രീകളുമായിട്ട് ആൾ ഫിസിക്കൽ റിലേഷനിലും വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഏർപ്പെടുന്ന ഒരാളുമായിരുന്നു.
അങ്ങനെ ഇവരുടെ റിലേഷൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാടധികം കലാപരിപാടികൾ തുടർന്ന് പോകുന്നത് ചമാരി അറിയുകയാണ്. ചമാരിക്ക് അത് താങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് പോവാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഈ ഒരു ദിനേന്ദ്ര ചമാരിയുടെ ബാക്കിൽ നടക്കുകയാണ്. ഇല്ല, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് പറ്റിപ്പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് ചമാരി ഇതിൽ എന്താ പറയുക വീണ് പോയിട്ട് ഓക്കെ ശരി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും സെയിം സീൻ ഉണ്ടാവുകയാണ്. ചമാരിയാണെന്നുണ്ടെങ്കിൽ അത് കൈയോടുകൂടി പിടികൂടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഇവർ ബ്രേക്കപ്പ് ആവുകയാണ്. പിന്നീട് വീണ്ടും ഈ ആൾ വന്ന് കയറ്റി ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയാണ്. ലാസ്റ്റ് ഈ പെൺകുട്ടി വീണ്ടും സമ്മതിക്കുകയാണ് ഉണ്ടായത്. അതായത് ഇത് ഏകദേശം ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ട്രോമയും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റാതെ ഈ ചമാരി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു തവണ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ദിനേന്ദറിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. പിന്നെയും അയാളുടെ സ്വഭാവം മാറ്റിയില്ല. എന്നാൽ ഈ ഒരു ചമാരിയെ വെറുതെ വിടാനുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവസാനം ആള് ചമാരിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, പ്രപ്പോസ് ചെയ്തു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നന്നായിക്കോളാം, ഇങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നന്നായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു സ്ത്രീയെ കൺവിൻസ് ചെയ്യാണ്. ലാസ്റ്റ് ചമാരിയും ഇയാളെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ എത്തി. അവിടെ നിന്ന് വീണ്ടും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വഷളാവാണ് ഉണ്ടായത്. അതായത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് ചമാരി വിചാരിച്ചിരുന്നിടത്തുനിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു എന്ന് പറയാം. അതായത് വിവാഹത്തിന് വളരെ കുറച്ച് ആൾക്കാർ മാത്രം മതി എന്നുള്ളത് ദിനേന്ദർ ഈ ഒരു ചമാരിയുടെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, ആകെപ്പാടെ ഒരു 50 പേരെന്തോ ആണ് ചമാരിയുടെ സൈഡിൽ നിന്ന് ആ ഒരു വിവാഹത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദിനേന്ദർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൂടുതലാണെന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെപ്പാടെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുകയാണ്. അതിനുശേഷം അടുത്തൊരു പ്രശ്നം ഹണിമൂണിന് പോയപ്പോഴായിരുന്നു. ഇവർ ഇന്ത്യയിലോട്ടായിരുന്നു ഹണിമൂണിന് വന്നിട്ടുണ്ടായിരുന്നത്. അവർ ചെന്നൈയിൽ നിൽക്കുന്ന സമയത്ത് ഈ ചമാരിയുടെ അടുത്ത് ദിനേന്ദർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ഒരേ സമയം സെക്സ് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് 3 പേർ കൂടെ സെക്സ് ചെയ്യാന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ചമാരി ആകെപ്പാടെ ഷോക്കായി പോയി. അവരാകെപ്പാടെ തകർന്നു പോയി. അവരതിന് സമ്മതിച്ചില്ല. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഇവർക്കിടയിൽ അടി ഉണ്ടാവുകയാണ്. എന്നാൽ ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇയാൾ ഉള്ളിൽ ഒതുക്കി വെച്ചു. ആ ഒരു സമയത്ത് അയാൾ പുറത്തൊന്നും കാണിച്ചില്ല. അങ്ങനെ ഇവരുടെ ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ച് ശ്രീലങ്കയിലോട്ട് പോയല്ലോ. ആ ഒരു ടൈം തുടങ്ങിയിട്ട് ഈ ദിനേന്ദർ കൂടുതലായിട്ട് ചമാരിയെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അയാൾ വേറൊരു മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനി മെയിൽ ഐ ഡി യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒഫീഷ്യലായിട്ട് വരുന്ന മെയിൽസ് വരെ അതിലൂടെ അയച്ചാൽ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ഒരു മെയിൽ ഐ ഡിയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ആൾക്കറിയാലോ. ആളത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും തുടങ്ങി. പിന്നെ ചമാരി അനസ്തീഷ്യയിലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദിനേന്ദർ പാത്തോളജി പഠിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുകയാണ്. അവസാനം വേറെ നിവൃത്തിയില്ലാതെ അവർ പാത്തോളജിയും പഠിക്കുകയാണ്. എന്നാൽ അതൊക്കെ ചെയ്തിട്ടും വീണ്ടും ഇയാളുടെ സ്വഭാവം വീണ്ടും വീണ്ടും വഷളാവുമായിരുന്നു. പിന്നീട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതായത് ഈ ചമാരി വീട്ടിലുള്ള സമയത്ത് തന്നെ അയാളുടെ പല ഗേൾ ഫ്രണ്ട്സിനെയും വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവരുടെ ബെഡ്റൂമിൽ പോകും. എന്നിട്ട് അവരുടേതായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് അവർ വീട്ടിലുള്ള ടൈമിലാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ട് ഇവരുടെ കേസ് അനലൈസ് ചെയ്ത ആ ഒരു സൈക്കാട്രിസ്റ്റ് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിനേന്ദ്രക്ക് ജസ്റ്റ് സെക്ഷൽ പ്ലഷർ മാത്രമായിരുന്നില്ല വേണ്ടിയിരുന്നത്. അയാളൊരു സാഡിസ്റ്റ് ആയിരുന്നു. തൻ്റെ വൈഫ് വിഷമിക്കുന്നത് കാണുമ്പോൾ അയാൾക്കൊരു സന്തോഷം കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെല്ലാവരെയും തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിലോട്ട് പോകുമായിരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥലത്തോട്ട് പോകുമായിരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ അറിയാതെ ചെയ്യായിരുന്നു. എന്നാൽ അയാൾ അങ്ങനെ ഒന്നും ആയിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അയാളൊരു സാഡിസ്റ്റ് ആയിരുന്നു എന്നാണ് ആ ഒരു സൈക്കാട്രിസ്റ്റ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ദിനേന്ദ്രക്ക് ഓസ്ട്രേലിയയിൽ ഡോക്ടറായിട്ട് ജോലി ലഭിക്കുന്നത്. ആദ്യം അയാൾ ഓസ്ട്രേലിയയിലോട്ട് പോയി. ആ ഒരു സമയത്ത് ഇതേപോലെ തന്നെ ചമാരി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ എത്തുന്ന സമയത്ത് ഏകദേശം 6 മണിയാകുമ്പോൾ ഈ ദിനേന്ദ്ര സ്കൈപ്പ് കോളിൽ വരും. ഒരു 10-12 മണി വരെ ആ ഒരു കോളിൽ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു സമയത്ത് ചമാരിനെ അനങ്ങാനായിട്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ജോലിയുണ്ട്, പഠിക്കുകയും ചെയ്യണം. അങ്ങനെ ആ ഒരു എക്സാം അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതാവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലായി അടുത്ത പ്രശ്നം. അതിൻ്റെ പേരും പറഞ്ഞ് പിന്നീട് ഇവരെ സ്ഥിരമായിട്ട് ചീത്ത പറയുക, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ 2011 ടൈമിൽ ആ ദിനേന്ദ്ര വർക്ക് ചെയ്യുന്ന സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഈ ചമാരിക്കും ഒരു ഒഴിവ് ഉണ്ടായിരുന്നപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ചമാരിയും നേരെ ഓസ്ട്രേലിയയിലോട്ട് എത്തുകയാണ്. അതിനുശേഷം അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും അവതാളത്തിലോട്ട് പോവുകയാണ് ഉണ്ടായത്.
ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ഇയാൾ സ്ഥിരമായിട്ട് ചമാരിയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അതും വെറും നിസാര ഉപദ്രവമൊന്നുമല്ല, അടി തൊഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വളരെ ക്രൂരമായിട്ട് വളരെ ബ്രൂട്ടലായിട്ടായിരുന്നു ഇവരെ ഉപദ്രവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ദിനേന്ദ്രക്ക് പഴയ പോലെ ഒരുപാടധികം ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചമാരി വന്നതിന് ശേഷം അയാൾ ചമാരിയോട് പറഞ്ഞെന്താണെന്നറിയോ? അയാൾ പറയുന്ന പെൺപിള്ളേരെ കമ്പനിയാക്കി വീട്ടിലോട്ട് കൊണ്ടുവരാൻ, എന്നിട്ട് അവരായിട്ട് സെക്സ് ചെയ്യണം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ തൻ്റെ വൈഫ് ജോയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ പറയാണ്. ഇത് കേട്ട് ചമാരി പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ മുന്നത്തതുപോലെ ആയിരുന്നില്ല, ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി, ദേഹോപദ്രവം ഏൽപ്പിക്കാനായിട്ട് തുടങ്ങി. അവസാനം വേറൊരു നിവൃത്തിയില്ലാതെ, അതായത് ഇല്ലാന്നുണ്ടെങ്കിൽ ചത്തോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയത്ത് വേറൊരു നിവൃത്തിയില്ലാതെ അതിനവർ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കടന്നുപോയി. ഇത് ഓരോ തവണ ഇത് സമ്മതിക്കുമ്പോഴും പിന്നെ പീഡനങ്ങളും കൂടുകയാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതും കൂടി വരികയാണ് ഉണ്ടായത്. അവസാനത്തൊന്നും സഹിക്കാൻ പറ്റാത്ത ചമാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ദിനേന്ദ്ര അവരെ തടഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നാട്ടിൽ നിൻ്റെ സിസ്റ്ററിന് 2 കുട്ടികളില്ലേ, ആ കുട്ടികളുടെ മുഖത്ത് ആസിഡ് ഞാൻ ഒഴിക്കും. അതായത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവിടെ ശ്രീലങ്കയിൽ ആൾക്കാർക്ക് ഫണ്ട് സെറ്റ് ചെയ്ത് ആസിഡ് ഒഴിപ്പിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്, ആൾക്കാരെ എനിക്കറിയാം, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താണ്. അവസാനം അയാൾ പറയുന്നതിന് വഴങ്ങി കൊടുക്കല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ആ ഒരു ലെവലിലായിരുന്നു അയാളുടെ ഭീഷണി. ഇയാൾ എത്രത്തോളം ക്രൂരനായതുകൊണ്ട് തന്നെ അതും അയാൾ ചെയ്യും എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു കാര്യം അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ പേടിച്ച് അയാൾ പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു ചമാരി എത്തിയത്. അങ്ങനെ ഒരു ദിവസം ഒരു 17 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് ചമ്മാരുടെ അടുത്ത് കമ്പനിയാക്കാനും അതുപോലെ തന്നെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാനും പറയാണ്. ചമ്മാരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് സംസാരിച്ചു. അതിനുശേഷം ആ പെൺകുട്ടി വീട്ടിലോട്ട് വന്നു. ഇവർ 3 പേരും ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ആ പെൺകുട്ടി തിരിച്ചുപോയി. അപ്പോൾ ചമ്മാരുടെ അടുത്ത് ഇയാൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനെന്തായാലും ഹോസ്പിറ്റലിൽ ലീവ് എടുക്കുകയാണ്, നീ ഇവിടെ ലീവ് എടുക്കുക, നമുക്ക് ആ പെൺകുട്ടീനെ വിളിച്ചിങ്ങേറ്റ് ഒരു ട്രിപ്പ് പോവാം, ആ ഒരു ട്രിപ്പിൽ നമുക്ക് 3 പേർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചമ്മാരി പറഞ്ഞു, ഇല്ല, ആ പെൺകുട്ടി ചെറിയ കുട്ടിയാണ്, മൈനറാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ വളരെ തെറ്റാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ തെറ്റാണ്, അതും ആ ഒരു ഇത്ര പോകുന്നൊരു പെൺകുട്ടിയുടെ അടുത്തൊന്നും ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തന്നെ, അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ പറയുകയാണ്. ഇവരുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഫൈനലി ചമ്മാരിക്ക് വീണ്ടും അടി കിട്ടുകയാണ്. ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഇയാൾ കൊല്ലപ്പെട്ട വിവരം പുറം ലോകം അറിയുന്നത്. ഈ ഒരു പെൺകുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ പേരും കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. കെ എന്നുള്ളൊരു നെയിമിലാണ് അവരെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അവർ കോർട്ടിലോട്ട് വന്നിട്ട് ചമാരി കാരണമാണ് താൻ രക്ഷപ്പെട്ടതെന്നുള്ളൊരു രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ചമാരിയെ കൺസൾട്ട് ചെയ്ത് സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് ഇവർക്ക് നോ ഇൻസൈൻ ഓട്ടോമാറ്റിസം വന്നതായിരിക്കാനുള്ള സാധ്യതയാണ്. അതായത് ഇവർ പറഞ്ഞതൊക്കെ സത്യമാവാനാണ് സാധ്യത. ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടാകില്ല. ഇത്രത്തോളം മെൻ്റൽ ട്രോമയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിന് മെൻ്റലി ആകെ ലോസ്റ്റ് ആവും, ഒരു ഭ്രാന്ത് ആയ പോലൊരു സിറ്റുവേഷൻ ആവും. ആ ഒരു സമയത്ത് എന്താ ചെയ്യുന്നത്, എന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവർ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇതെന്താണ് ചെയ്തതെന്നോ എങ്ങനെയാണ് ചെയ്തതെന്നോ എന്നുള്ളത് പിന്നീട് അവർക്ക് റീകളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് അവർ വേറെ ഒരു സിറ്റുവേഷനിലായിരിക്കും എന്നുള്ളൊരു തരത്തിലായിരുന്നു സൈക്കാട്രിസ്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായത്. അവസാനം കോടതി ഇവരെ 4 വർഷം തടവിന് ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചമാരി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും സമാധാനം എനിക്ക് ജയിലിലുണ്ട്. ഇവരെനിക്കിനി ജീവപര്യന്തം തടവ് ശിക്ഷ തന്നിട്ടുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ജയിലിൽ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇവരെന്നെ എന്താ പറയുക, വധശിക്ഷയ്ക്ക് വിധിക്കാന്നുണ്ടെന്നുണ്ടെങ്കിലും അയാളുടെ കൂടെ ജീവിക്കണ്ടല്ലോ, മരിച്ചു പോകാലോ എന്നുള്ളതിലും ഞാൻ ഹാപ്പിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഏകദേശം 18 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത്തരത്തിലുള്ളൊരു വിധി വരുന്നത് കേട്ടോ. അതായത് 4 വർഷമാണ് ഇവരുടെ ശിക്ഷ എന്നുള്ള വിധിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവർ ജയിലിലായതിനും 18 മാസത്തിന് ശേഷമാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പരോളിന് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇവർ പരോളിന് അപ്പീൽ ചെയ്യുകയാണ്. ഇവർക്ക് പരോൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ ഇവരുടെ എന്താ പറയുക, വിസ ഇവർ ക്യാൻസൽ ചെയ്യാണ്, ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യാണ്. അതേപോലെ തന്നെ 5 വർഷത്തിന് ഇവരുടെ മെഡിക്കൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ജയിലിൽ വെച്ചിട്ട് ഇവർ ചെറുതായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇവരുടെ വിസയും പോയി, അതേപോലെ തന്നെ മെഡിക്കൽ ലൈസൻസും പോയി. ആ ഒരു സമയത്ത് ഇവർ തിരിച്ച് ശ്രീലങ്കയിലോട്ട് തന്നെ ഡീപ്പോർട്ട് ചെയ്യാന്നുള്ള സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ കൊളീഗ്സ്, ഇവരുടെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കുറച്ച് ലോയേഴ്സ്, പിന്നെ കുറച്ച് ആക്ടിവിസ്റ്റുകൾ എല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാടധികം പ്രൊട്ടസ്റ്റ് ചെയ്തു. അവസാനം സർക്കാർ ഇവർക്ക് വിസയും കാര്യങ്ങളൊക്കെ അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്.
അപ്പോൾ ഇതാണ് ചമാരിയുടെയും ദിനേന്ദറിൻ്റെയും കഥ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.